ഇതിപ്പോൾ ക്ഷീരവികസന വകുപ്പ് ഏറ്റുവാങ്ങി ഡയറക്റ്റായിട്ട് ഈ സ്ഥലങ്ങളിലേക്ക് പോയി, ക്യാമ്പുകളിൽ മാത്രമല്ല ഡയറക്റ്റായിട്ട് ഈ സ്ഥലങ്ങളിലേക്ക് പോയി അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ വിശന്നിരിക്കരുത് എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ കൂടി ഏകോപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ മാതൃകാപരമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുനരധിവാസം മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല, പുനരധിവാസം ഒരു സമൂഹത്തിൻ്റെ ആകെ പ്രക്രിയയാണ്. അപ്പോൾ അതിനകത്ത് മൃഗങ്ങളും വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട്. ആരംഭിച്ച 2 ക്യാമ്പുകൾക്ക് പുറമെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഈ കാറ്റിൽ ഫീഡ്സ് മുഴുവൻ ഇപ്പോൾ തന്നെ നേരെ ചൂരൽമലയിലേക്ക് കൊണ്ടുപോയി പ്രശ്നബാധിത സ്ഥലങ്ങളിൽ, ഇവർ നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങൾ, പൂച്ചകൾ, പട്ടികൾ, അങ്ങനെയുള്ള എല്ലാ ജന്തുജാലങ്ങൾക്കും വേണ്ടി കൊടുക്കുക എന്നുള്ളൊരു നടപടിയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സേവനങ്ങൾ കൂടുതൽ പ്രതീക്ഷയോടെ നമ്മൾ കാണുന്നുണ്ട്. കൊണ്ടുവരുന്നത് മനുഷ്യർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങൾക്കും കൂടി വേണ്ടിയാണ്. ആ ഗൗരവത്തോടു കൂടി തന്നെ എന്നെ കാണുന്നുണ്ട്. വിദഗ്ധ സംഘവുമായി നടത്തിയ ചർച്ചയിൽ പ്രത്യേകിച്ച് തീരുമാനങ്ങളില്ല. ഇവിടെയുള്ള അനുഭവങ്ങൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ തന്നെ ഡ്രോൺ സർവേയും അതുമായി ബന്ധപ്പെട്ട റഡാർ സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പിക്ചറുകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ഇവിടെ ഈ അന്വേഷണത്തിന് പോയ ഫോഴ്സിലെ ആളുകൾ, അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, മറ്റ് വിവിധ വകുപ്പുകളിൽ ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ മനസ്സിലുണ്ടായ ആശങ്കകൾ, അവർക്ക് തോന്നിയ സംശയങ്ങൾ, അവരന്വേഷിക്കണമെന്ന് പ്രത്യേകമായി പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ഇവിടെ വന്നിട്ടുള്ള സംഘവുമായി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അവർ പ്രത്യേകമായ കാര്യങ്ങൾ നോക്കും. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഉദാഹരണത്തിന് മുണ്ടക്കൈ സെൻട്രലിലുള്ള മസ്ജിദിൻ്റെ മുമ്പിൽ നിങ്ങളൊരു കല്ല് കണ്ടിട്ടുണ്ടാവും. എങ്ങനെ ഇത്ര അകലಕ್ಕೆ ഈ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടൊരു കല്ല് വന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരിക്കും, എങ്ങനെയാണ് റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചൊരു കല്ല് വന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വീട് എന്ന് പറയപ്പെടുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ്, പ്രഭവ കേന്ദ്രത്തിനോട് ചേർന്ന് ആ 2-3 വീടുകൾക്ക് വലിയ പരിക്കുണ്ടായിട്ടില്ല, പക്ഷെ താഴത്തേക്ക് അത് കുറച്ചുകൂടി ഭീകരമായി. ഇങ്ങനെ തുടങ്ങി അവിടെ അന്വേഷിച്ച് പോയവർ കണ്ട എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പോയിന്റും നേരിട്ട് പോയി അന്വേഷിക്കുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മതലത്തിൽ ദർശിക്കാൻ വേണ്ടി വരുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് അവരുമായിട്ട് നടത്തിയിട്ടുള്ളത്. അവിടെ നടക്കുന്ന ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലെ സംഭവങ്ങൾ, പുനരധിവാസത്തിന് സാധ്യമായിട്ടുള്ള പ്രദേശങ്ങൾ, അവിടെ ഉണ്ടാകേണ്ട മുന്നൊരുക്കങ്ങൾ, ഇതെല്ലാം സംബന്ധിച്ച് ആ സംഘം പരിശോധിച്ച് റിപ്പോർട്ട് ഗവൺമെന്റ് നൽകും. ഈ ആശങ്ക എന്നുള്ള പേര് തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. മഴ ആഗസ്റ്റ് 12 മുതൽ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ്. അത് ആഗസ്റ്റ് മാസത്തിലുണ്ടാകും. അപ്പോൾ ആ മഴയുടെ തീവ്ര അംശങ്ങളനുസരിച്ച് ക്യാമ്പുകൾ ആരംഭിക്കുക, മാറ്റിപ്പാർപ്പിക്കുക, മുന്നൊരുക്കങ്ങൾ നടത്തുക, ഇതെല്ലാം റുട്ടീൻ പ്രക്രിയയായി നടക്കുന്നുണ്ട്. അതും ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. മഴ തീവ്രമായിട്ടുണ്ടാകും, മഴയുടെ സാഹചര്യം ഇന്നതാകും, ഇന്ന പൊസിഷനിൽ കൂടുതലുണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം STMA തന്നെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അതൊരു റുട്ടീൻ പ്രക്രിയയായി ഇവിടെ നിങ്ങൾക്ക് താഴത്ത് കാണാവുന്ന പോലെ DOCയിൽ നിന്ന്, ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്ന് ആവശ്യമായ നിർദ്ദേശങ്ങളും സൗകര്യങ്ങളും പോകുന്നുണ്ട്.